ഹലോ അസ്സാമു അലൈക്കും നമസ്കാരം. വെൽക്കം ടു ടെയിൽസ് ഓഫ് നജു. ഇത് നല്ല സ്വീറ്റായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് സേമിയമാണ്. ഒരു പാക്ക് സേമിയം എടുത്തിട്ടുണ്ട്. ഇത് വലിയ സേമിയമാണ്. ഇത് കൈകൊണ്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സേമിയം മുഴുവനായിട്ടും കൈകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും സ്മോൾ പീസാക്കാതെ കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് അല്പം കിസ്മിസും കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് RKG ആണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ RKG ഒഴിച്ചു കൊടുക്കുക. RKGക്ക് പകരം മിൽമാന്തയും യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു സ്നാക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഈ നെയ്യിൽ തന്നെയാണ് സേമിയവും വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു RKG നെയ്യിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ഡാൽഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് സേമിയം വറുക്കാനായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഈ ഒരു സ്നാക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്കിൽപ്പെട്ട ഒരു സ്നാക്കാണ്. ഇപ്പോൾ ഇതാ സേമിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് പാലാണ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 2 ഗ്ലാസ് പാലും അതുപോലെ തന്നെ 2 ഗ്ലാസ് നോർമൽ വാട്ടറുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഈ പാലിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഹൈയിലിട്ടിട്ട് ഈ പാലിൽ കിടന്ന് സേമിയ നന്നായിട്ടൊന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഏലക്കായ പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ 2 ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഇപ്പോഴും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഗ്ലാസ് പാലിലേക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കിടന്ന് നന്നായിട്ട് സേമിയ ഒന്ന് വെന്ത് വരണം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർ പഞ്ചസാരയുടെ അളവും കൂട്ടാവുന്നതാണ്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായി വരട്ടെ. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ടൈറ്റായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കി വെക്കുക. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, സേമിയം ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് ടൈറ്റായി വരും. പിന്നെ ഇതാ ഫ്ലെയിം ഓഫാക്കിയിട്ട് അല്പം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ സേമിയം സെറ്റ് ചെയ്യാൻ വെക്കാനുള്ള പുഡിംഗ് ട്രേ ഒന്ന് സെറ്റാക്കി വെക്കണം. ഞാനിപ്പോൾ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് കുറച്ച് ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സേമിയ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പരത്തിയിട്ട് ലെവൽ ചെയ്തെടുക്കണം. ഇപ്പം ഇത് ചെറിയ ചൂടിലാണ് ആക്കിയെടുക്കുന്നത്. അത് നന്നായി ചൂടാറി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല.
ഇപ്പോൾ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് അല്പം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഐഡിയക്കനുസരിച്ച് ഡെക്കറേഷൻ ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത്. ഒരു മണിക്കൂറൊക്കെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. പിന്നെ തണുപ്പിച്ച് കഴിക്കുന്നവർക്ക് അങ്ങനെയും ആവാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.